കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഫലപ്രഖ്യാപനത്തിന് ഇനി 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ഇനിയൊരു തുടർ ഭരണമുണ്ടാകുമോ അതോ UDF തിരിച്ച് അധികാരത്തിലേക്ക് വരുമോ? കേരളത്തിലെ ഓരോ ജില്ലകളിലൂടെയും കടന്നു ചെന്ന് എന്താകും കേരളത്തിന്റെ അടുത്ത വിധിയെന്ന് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താം. 2021 ആകെയുള്ള 11 സീറ്റിൽ വെറും 2 സീറ്റ് മാത്രമായിരുന്നു കൊല്ലം ജില്ലയിൽ UDFന് അനുകൂലമായി വന്നത്. ഇത്തവണ കൊല്ലവും കൊട്ടാരക്കരയും പത്തനാപുരവുമൊക്കെ LDF വലിയ വെല്ലുവിളിയാണ് UDFിൽ നിന്നും നേരിടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ UDF നില മെച്ചപ്പെടുത്തുമെങ്കിലും ഇത്തവണയും ആ ഇടതുപക്ഷ മനസ്സ് കൊല്ലം സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ കൊല്ലത്തിന്റെ വിധി LDF 7, UDF 4, NDA 0 എന്നായിരിക്കും. മലപ്പുറം എല്ലാ കാലത്തും UDFിന്റെ ഉറച്ച കോട്ടയാണ്. 16 മണ്ഡലങ്ങളുള്ള മലപ്പുറം ഇത്തവണ ക്ലീൻ സ്വീപ്പ് ആയിരിക്കുമെന്നാണ് UDFിന്റെ അവകാശവാദം. എങ്കിലും LDFന് 2 സീറ്റെങ്കിലും ഇത്തവണ മലപ്പുറത്ത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. LDF 2, UDF 14. വയനാടിന്റെ ചരിത്രമെടുത്ത് നോക്കിയാലും അത് എല്ലാ കാലത്തും UDFിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഇത്തവണയും OR കേളു എന്ന ജനകീയനായ മന്ത്രി, ജനകീയനായ പൊതുപ്രവർത്തകനിലൂടെ ഒരു സീറ്റ് വയനാട്ടിൽ LDF നേടിയേക്കാം. അങ്ങനെയെങ്കിൽ LDF 1, UDF 2. കേരളത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം ആര് പിടിക്കുന്നുവോ അവർ കേരളം ഭരിക്കുമെന്നൊരു ചരിത്രം തന്നെ നമുക്കിടയിലുണ്ട്. ഇത്തവണ കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവിലുമൊക്കെ ത്രികോണ മത്സരമാണ് കാണുന്നത്. ഇത്തവണത്തെ ലീഡ് നില LDF 10, UDF 4 എന്നായിരിക്കും. ത്രികോണ മത്സരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും NDAക്ക് ഇത്തവണയും സീറ്റുകളൊന്നും ലഭിക്കുവാനുള്ള സാധ്യതയില്ല. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ ഇത്തവണ 5 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എങ്കിലും LDF 3 സീറ്റുകൾ ഉറപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. LDF 3, UDF 2. 5 സീറ്റുകളുള്ള ഇടുക്കിയിൽ കഴിഞ്ഞ തവണ LDF 4 സീറ്റ് നേടിയിരുന്നു. എന്നാൽ ഇത്തവണ LDFിന്റെ നില അത്ര സേഫ് അല്ല ഇടുക്കിയിൽ. എങ്കിലും ഇടുക്കി ഇത്തവണ 3 സീറ്റുകൾ LDF നേടാനുള്ള സാധ്യതകളുണ്ട്. UDF 2. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. പല മണ്ഡലങ്ങളിലും വ്യക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്തവണത്തെ സീറ്റ് നില LDF 2, UDF 3. UDF ഇത്തവണ ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ജില്ലയാണ് എറണാകുളം ജില്ല. ആകെയുള്ള 14 സീറ്റുകളിൽ 14 നേടിക്കൊണ്ട് ഇത്തവണ UDFിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും എറണാകുളം എന്നാണ് UDF നേതാക്കൾ കരുതിപ്പോരുന്നത്. എങ്കിലും ഇത്തവണത്തെ സീറ്റ് നില LDF 5, UDF 9 എന്നാകാനാണ് സാധ്യത. എല്ലായ്പ്പോഴും LDFിനെ ശക്തമായി പിന്താങ്ങുന്ന പാലക്കാട് ജില്ല ഇത്തവണ അത്ര എളുപ്പമല്ല LDFിന്റെ കാര്യങ്ങളെന്നാണ് വ്യക്തമാക്കി തരുന്നത്. ആകെയുള്ള 12 സീറ്റുകളിൽ ഇത്തവണ LDFിന് നേടാൻ സാധ്യതയുള്ളത് 7 സീറ്റാണ്. അങ്ങനെയെങ്കിൽ UDF 5 സീറ്റ് നേടും. പാലക്കാട് ശക്തമായൊരു മത്സരം നടത്തുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യത ഇല്ല. UDFിന്റെ ഉറച്ച കോട്ടയാണ് എല്ലായ്പ്പോഴും കോട്ടയം. എങ്കിലും കേരള കോൺഗ്രസിന്റെ LDF പ്രവേശനത്തോടെ UDFിന്റെ ആ ഒരു പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ട്. ഇത്തവണ കോട്ടയത്തുള്ള 9 സീറ്റുകളിൽ 4 നേടാൻ LDFിന് സാധ്യതയുണ്ട്. UDF 5. LDFിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ എന്നാൽ ഇത്തവണ നടന്ന സംഭവ വികാസങ്ങൾ LDFിന് അത്രമേൽ ഗുണം ചെയ്യുന്നതായിരുന്നില്ല. എങ്കിലും LDFിനെ അങ്ങനെ കൈവിടാൻ കണ്ണൂരിന് സാധിക്കുകയുമില്ല. ആകെയുള്ള 11 സീറ്റുകളിൽ ഇത്തവണ 8 സീറ്റുകൾ നേടാൻ LDFിന് സാധ്യതയുണ്ട്. UDF 3. G സുധാകരൻ ഇത്തവണ LDF വിട്ട് UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്നാണ് ആലപ്പുഴ ജില്ലയെ ഇത്തവണ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ആകെയുള്ള 9 സീറ്റുകളിൽ ഇപ്പോഴും LDFിന് തന്നെയായിരിക്കും മേൽക്കൈ എന്നാണ് കരുതിപ്പോകുന്നത്. അങ്ങനെയെങ്കിൽ LDF 5, UDF 4. LDFിന് കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് ലഭിച്ച മേൽക്കൈ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്തവണ കോഴിക്കോടിന്റെ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൊത്തമുള്ള 13 സീറ്റുകളിൽ 9 സീറ്റുകളാണ് LDFിന് നേടാൻ സാധ്യതയുള്ളത്. UDF 4. തൃശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായ മത്സരമാണ് ഇത്തവണ കാണാൻ സാധിച്ചത്. ആകെയുള്ള 13 സീറ്റുകളിൽ LDF 9 സീറ്റുകളും UDF 4 സീറ്റും നേടാനാണ് സാധ്യത. അങ്ങനെ ജില്ലകൾ തോറുമുള്ള ഓരോ സീറ്റുകളും പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ നിന്നും 75 മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണം പിണറായി വിജയൻ 3.0 സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നാളെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? ആരായിരിക്കും ഇത്തവണ കേരളം ഭരിക്കാൻ പോകുന്നത്? LDFും UDFും എത്ര സീറ്റുകൾ വീതം നേടും? കമന്റുകൾ രേഖപ്പെടുത്തുക. നന്ദി.